CPM പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വരാജ് നിലമ്പൂർക്കാരനാണ് എന്നാണ്. അതെപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ തവണ അൻവർ മത്സരിക്കുമ്പോഴും സ്വരാജ് നിലമ്പൂർക്കാരൻ തന്നെയാണ്. മെനഞ്ഞാന്നല്ല ഇവിടെ വന്ന് മെമ്പർഷിപ്പ് എടുത്തത്. നേരത്തെയും അദ്ദേഹം ഈ നാട്ടുകാരനാണ്. നാട്ടുകാരനായിരിക്കെയാണ് എറണാകുളത്ത് പോയി മത്സരിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ അൻവറിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ്, പാർട്ടി ചിഹ്നമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇയാൾ എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾക്ക് വേണ്ടി പറയാമെന്നാണ്. ഞാനിവിടെ വന്നപ്പോ ജോയിയോടൊക്കെ ചോദിച്ചത് ഷൗക്കത്ത് എവിടെയാണ് അദ്ദേഹം ഇന്നുള്ളത് എന്നാണ്. സ്വാഭാവികമായ സ്ഥാനാർത്ഥിയാണ്, കണ്ടുകളയാമെന്ന നിലക്കാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് ഷൗക്കത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ ഖബറിടത്തിൽ അനുഗ്രഹം വാങ്ങാൻ പോയി എന്നാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായപ്പോൾ തന്റെ പാർട്ടിയുടെ തലമുതിർന്ന, ഒരുപക്ഷേ ആര്യാടൻ മുഹമ്മദിനെ പോലെയുള്ള തലമുതിർന്ന ഒരു നേതാവിന്റെ ഒരു സന്തത സഹചാരിയായി, ഒരു തന്റെ പിതാവിനെ പോലെ തന്നെ ബഹുമാനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയത്തിലെ ഒരു വലിയ നേതാവിന്റെ ഖബറിടത്തിലേക്കാണ് അദ്ദേഹം പോയത്. VS ജോയി ഇവിടെ മത്സരിക്കുന്ന സ്വരാജ്, അദ്ദേഹത്തിനും പോകാൻ ചില ഇടങ്ങളുണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. അത് പക്ഷെ ഇങ്ങനെ പോയി അനുഗ്രഹം വാങ്ങാനല്ല. ഒരു കാലത്ത് സഖാവ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അനുയായിയാവാൻ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ വസ്ത്രരീതികൾ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ കടമെടുത്ത ഒരു കാലമുണ്ടായിരുന്നു പ്രിയപ്പെട്ട സ്വരാജിന്. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തനായ അമരക്കാരൻ, അതിന്റെ ഏറ്റവും പ്രാമാണികനായ നേതാവ്, എന്തൊക്കെ വിയോജിപ്പുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 10 റുപ്പികയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്, അത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ പിതൃശൂന്യൻ, തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചാണ് സ്വരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. VS അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അനുഗ്രഹം വാങ്ങാനല്ല, മാപ്പ് പറയാൻ അവിടെ പോയതിനു ശേഷമാണ് സ്വരാജ് ഈ മണ്ഡലത്തിൽ കാലുകുത്തേണ്ടത് എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധം കൊണ്ട് പറയാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം നൽകാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. സ്വരാജ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്രയേറെ വിധേയത്വം കാണിച്ചിട്ടു മറ്റൊരു നേതാവിനെ, സ്വന്തം പാർട്ടിയിലെ തലമുതിർന്ന ഒരു നേതാവിനെ പിതൃശൂന്യൻ എന്ന് വിളിച്ചിട്ടു. അവസാനം മരുമകന്റെ കാര്യം വന്നപ്പോ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു എന്ന്, അന്ന് ഈ നിലമ്പൂരുകാരനല്ല എന്ന ബോധ്യം മറന്നുപോയി എന്ന് മറ്റൊരു മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തി, തോൽവി ഉറപ്പുവരുത്തി എന്നൊക്കെ മനസ്സിലാവുന്ന ഒരാളാണ് പ്രിയപ്പെട്ട സ്വരാജ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സ്വരാജിനോട് പറയുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി അല്ല വിഷയം. ഒരു ചെറിയ ഘടകമാണ് സ്ഥാനാർത്ഥിയാവുക. അത് ഷൗക്കത്തായാലും അത് സ്വരാജായാലും ആരായിരുന്നാലും രാഷ്ട്രീയപരമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയമാണ് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ലാരിറ്റി വരുത്തേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളോട് ഒരു ബാധ്യത തീർച്ചയായും സ്വരാജിനുണ്ട്. അതെന്താണെന്ന് അറിയാമോ? സ്വരാജിന് ഈ അടുത്ത കാലത്ത് സ്വരാജ് രാഷ്ട്രീയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ആ യുദ്ധത്തെക്കുറിച്ച് സ്വരാജ് ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി, വലിയ വിവാദങ്ങൾ ഉണ്ടായി. ആ ചർച്ചക്ക് സ്വരാജിന് മറുപടി പറയേണ്ടി വന്നു. ഒരാഴ്ചയുടെ ഉള്ളിൽ സ്വരാജ് അതിനെ വിശദീകരിക്കേണ്ടി വന്നു. കാരണം അത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. യുദ്ധം അനാവശ്യമായി ഒരു രാജ്യത്തുണ്ടാകുന്നതിന് നമ്മളൊന്നും അനുകൂലമല്ല.